Dear students, welcome back. So in the last section we were discussing Le-Chatelier principle. Okay, നമ്മൾ Le-Chatelier principle എന്താണെന്ന് പഠിച്ചു. ഈ Le-Chatelier principleൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. ആ Le-Chatelier principle വെച്ചിട്ട് നമ്മൾ what is the effect of change in concentration, what is the effect of change in pressure, what is the effect of change in temperature, കാറ്റലിസ്റ്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച്, പ്രഷറിൻ്റെ ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്, ആൻഡ് വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓർ വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ആഡിങ് കാറ്റലിസ്റ്റ് ഇൻ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ആൻഡ് സിസ്റ്റം വിച്ച് ഇസ് നോട്ട് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ്, ആഡിങ് ഇനേർട്ട് ഗ്യാസ് നമ്മുടെ ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് പഠിച്ചു. കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ. അതല്ലാണ്ട് നമ്മൾ 2 കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യും. വാട്ട് ഈസ് ഇഫക്റ്റ് ഓഫ് ആഡിങ് കാറ്റലിസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ് വിച്ച് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ നമ്മളൊരു റിയാക്ഷൻ നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ N2+ 3H2 gives 2NH3 ഗ്യാസ് ഗ്യാസ് ഗ്യാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഒരു എക്സ്ട്രാ ഒരു സബ്സ്റ്റൻസും കൂടെ ആഡ് ചെയ്യാൻ പോവുക, ഒരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാൻ പോവുക. ഇനേർട്ട് ഗ്യാസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ ഇനേർട്ട് ഗ്യാസ് അവിടെ റിയാക്ട് ചെയ്യില്ല, റിയാക്ഷൻ മാത്രം പെർഫോം ചെയ്യും. ഇനേർട്ട് ഗ്യാസ് വിൽ ബി ദെയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ഹീലിയം ആഡ് ചെയ്യാൻ പോകുന്നു വിചാരിക്കാം. ഐ എം ഗോയിങ് ടു ആഡ് ഹീലിയം ഇൻ ദിസ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് സങ്കല്പിക്കുക. നമ്മൾ അതിനകത്തേക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാൻ പോവാം. ഇനേർട്ട് ഗ്യാസ് നമുക്ക് 2 കണ്ടീഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു വെസലിനകത്തേക്ക് നമ്മളൊരു എക്സ്ട്രാ ഒരു ഗ്യാസ് കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ കൂടാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ആഡ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമുക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാം. അതായത് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പ്രഷർ മാറാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വോളിയം മാറാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇനേർട്ട് ഗ്യാസ് എക്സ്ട്രാ നമ്മളൊരു ഗ്യാസ് കൂടെ ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാവാം. ദാറ്റ് ഈസ് ഇനേർട്ട് ഗ്യാസ് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ പ്രഷർ ചേഞ്ച് ആവണം. ഓക്കെ, പക്ഷെ നമുക്ക് പ്രഷർ ചേഞ്ച് ആവാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ 2 കണ്ടീഷനിലും ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൽ എന്ത് ചേഞ്ച് നടക്കും എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിക്കോളൂ. What is the effect of adding inert gas to a system at constant volume എന്നാണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുക? ഇപ്പം നമ്മൾ ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ പ്രഷറിൻ്റെ ഇഫക്റ്റ് ആവുക. നമ്മൾ പ്രഷറിൻ്റെ ചേഞ്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പ്രഷറിൻ്റെ ചേഞ്ച് അവിടെ എഫക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസിൻ്റെ ടേമിലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവുക ചെയ്യണേ. അപ്പോൾ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ട് ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു സിസ്റ്റത്തിൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ വോളിയം മാറില്ല. ദാറ്റ് ഈസ് ആ വോളിയം ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ വോളിയം എന്താണോ വോളിയം വിൽ ബി കെപ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ വോളിയം മെയിൻറ്റെയിൻ ആവണമെങ്കിൽ, വോളിയം മാറാണ്ട് കീപ്പ് ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ വോളിയം ചേഞ്ച് ഇല്ല അവിടെ. വോളിയം നമ്മൾ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും. വോളിയം ഡിക്രീസ് ചെയ്താൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യും അല്ലേ? പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്നാണ്. വോളിയം ഡിക്രീസ് ചെയ്താൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അവിടെ എഫക്റ്റീവ് നടക്കുന്ന സംഭവം എന്താണ്? ആ സിസ്റ്റത്തിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ സിസ്റ്റം എന്താ ചെയ്യുക? പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയണം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? വോളിയം കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ്. വോളിയം ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ, എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവാൻ കാരണം. ഓക്കെ, ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോളിയം, അപ്പോൾ നമ്മൾ പ്രഷർ എത്രത്തോളം കൂടിയാലും അത് മനസ്സിലാക്കണം. എക്സ്ട്രാ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തു, ഡെഫിനറ്റ്ലി അവിടെ പ്രഷർ ഇൻക്രീസ് ആവും. ഓക്കെ, എക്സ്ട്രാ ഒരു ഗ്യാസ് കൂടെ നമ്മൾ കണ്ടെയ്നകത്തേക്ക് കൂടുതൽ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ കണ്ടെയ്നകത്തുള്ള പ്രഷർ ഇൻക്രീസ് ആവും. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ആയി നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവണമെങ്കിൽ വോളിയം കുറയണം.
ഓക്കെ. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തേക്കണേ, വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. വോളിയം മാറാണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോളിയം, ദർ ഈസ് നോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ, സിൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോളിയം, ദർ ഈസ് നോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തിട്ടും വലിയ കാര്യമില്ല, നത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ. അടുത്ത് നോക്കിക്കോ, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ. ഇനേർട്ട് ഗ്യാസ് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ഗ്യാസ് കൂടെ നമ്മൾ വെസലിനകത്തേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വെസലിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ആവും. ഓക്കെ. ബട്ട് വി നീഡ് ടു കീപ് ദ പ്രഷർ കോൺസ്റ്റൻറ്റ്. ഓക്കെ. അപ്പോൾ ഇൻക്രീസ് ആവുന്ന പ്രഷർ ഇൻക്രീസ് ആവാണ്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടെയ്നറിൻ്റെ വോളിയം കൂട്ടേണ്ടി വരും. ഓക്കെ. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, സിസ്റ്റത്തിൻ്റെ വോളിയം കൂട്ടേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായല്ലോ. എക്സ്ട്രാ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് ഹീലിയം ആഡ് ചെയ്തു. അപ്പോൾ ഒരു എക്സ്ട്രാ ഗ്യാസ് കൂടെ ആ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യണം. പക്ഷെ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കൂടിയ പ്രഷർ കുറയണമെങ്കിൽ നമ്മൾ ആ വെസലുണ്ട് അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ വോളിയം ഇങ്ങനെ കൂട്ടി കൊണ്ടുവേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് ദ വെസൽ മസ്റ്റ് ബി ഇൻക്രീസ്ഡ്. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ആ കണ്ടെയ്നർ വോളിയം ഇങ്ങനെ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം, വോളിയം ഇൻക്രീസ് ചെയ്താൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇഫ് വി ആർ ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഓക്കെ. വോളിയം ഇൻക്രീസ് ചെയ്താൽ കറസ്പോണ്ടിങ്ങിൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ക്ലിയർ അല്ല പറഞ്ഞേക്കണേ. അപ്പോൾ if we are adding inert gas at constant pressure, then the effect happens to the system will be decrease in number of moles. പറഞ്ഞാൽ മനസ്സിലായല്ലോ. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, സിസ്റ്റത്തിലെ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ആയി പോവുക ചെയ്യണം. ഇപ്പം ഞാൻ ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആ സിസ്റ്റം ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കുറച്ചാൽ സിസ്റ്റം വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് മോൾസ്. നമ്മൾ നമ്പർ ഓഫ് മോൾസ് കൂട്ടുകയാണെങ്കിൽ സിസ്റ്റം അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും, നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തപ്പോൾ സിസ്റ്റത്തിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു പോയി. അപ്പോൾ വാട്ട് വിൽ ബി ദി ഇഫക്റ്റ് ഈസ് ദ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് മോൾസ്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയായിരുന്നു. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മുടെ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യണമെങ്കിൽ, ഒരു സിസ്റ്റത്തിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ അവിടെ സംഭവിക്കുന്ന ആക്ച്വലി എന്താണ്, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു പോവുക ചെയ്യണം. അപ്പോൾ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റൻറ്റ് പ്രഷർ വി ഹാവ് ടു ഇൻക്രീസ് ദ വോളിയം. വോളിയം ഇൻക്രീസ് ചെയ്താൽ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് എന്താ വെച്ചാൽ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സിസ്റ്റം ചെയ്യുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തു, അപ്പോൾ അവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു പോയി. അത് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ total number of moles of reactants 4 ആണ്. That is 1 mole of nitrogen and 3 moles of hydrogen. Total number of moles of reactants is 4 and total number of moles of product is 2. അപ്പോൾ as a result of forward reaction number of moles decrease ചെയ്യും. As a result of backward reaction number of moles എന്ത് ചെയ്യും, increase ചെയ്യും. That is ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ number of moles ഡബിൾ ആവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ number of moles ഹാഫ് ആവും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ് ദ നമ്പർ ഓഫ് മോൾസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തപ്പോൾ അവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു പോയി. അപ്പോൾ സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുന്നുണ്ടാവുക, നമ്പർ ഓഫ് മോൾസ് കൂട്ടാനാണ്. ഏത് ഡയറക്ഷനിലേക്ക് റിയാക്ട് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കൂടുക, ബാക്ക്വേർഡ്. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം ഇഫ് യു ആർ ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് pressure, in this system if you are adding inert gas at constant pressure then the rate of backward reaction will increase. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമുക്ക് ആഡ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് വോളിയത്തിലും ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ സിൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ദർ ഇസ് നോ ഇഫക്റ്റ്. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ആഡ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി ദ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. ആസ് എ റിസൾട്ട് ദ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എങ്ങോട്ട് റിയാക്ട് ചെയ്താലാണ് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവുക, അങ്ങോട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷനിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ CO2 പ്ലസ് C ഗീവ്സ് 2CO. അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ. CO2 പ്ലസ് C ഗീവ്സ് 2CO. നമ്പർ ഓഫ് മോൾസ് 1, നമ്പർ ഓഫ് മോൾസ് 2. ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യും,
ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യും. ഇവിടെ 1 + 1 2, ഇവിടെ 2 ഉണ്ട്. പക്ഷേ കാർബൺ സോളിഡ് ആണ്, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ പ്രഷറിൻ്റെ ഇഫക്റ്റ് ആണ് നമ്മൾ നോക്കണമെങ്കിൽ വി വിൽ കൺസിഡർ ഓൺലി ദ ഗേഷ്യസ് റിയാക്ടൻസ് ആൻഡ് ഗേഷ്യസ് പ്രോഡക്റ്റ്. ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത് ഓൺലി 1 റിയാക്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് 1 mole ഓഫ് CO2, 2 moles ഓഫ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടന്നാൽ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നാൽ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യും. ഈ സിസ്റ്റത്തിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആഡ്. അപ്പോൾ എവിടെ ഓർക്കുക, ഇൻ ഈച്ച് ആൻഡ് എവറി സിസ്റ്റം ദർ ഇസ് നോ ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ അത് ഒരു സിസ്റ്റത്തിലും ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഞാൻ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ സിസ്റ്റം എന്തിനു ശ്രമിക്കുന്നുണ്ടാവുക, നമ്പർ ഓഫ് മോൾസ് കൂട്ടാൻ നോക്കും. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം ഇഫ് യു ആർ ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ then the rate of forward reaction will increase. Okay, അപ്പോൾ ഇതാണ് ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ നമ്മൾ ലേഷാർട്ട് പ്രിൻസിപ്പിളും അതിൻ്റെ കോൺസിക്വൻസസ് ആ പറഞ്ഞുകൊണ്ടിരുന്നത്. ലേഷാർട്ട് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കിയാൽ ദ സിസ്റ്റം വിൽ ട്രൈ ടു ക്യാൻസൽ ദി ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. ഓക്കെ, നമ്മൾ അതനുസരിച്ച് നമ്മൾ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ, ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഇഫക്റ്റ് ഓഫ് ആഡിങ് കാറ്റലിസ്റ്റ്, അത് 2 കണ്ടീഷനിൽ പറഞ്ഞു. ഒന്ന് അറ്റ് ഇക്വിലിബ്രിയം, ഒന്ന് ദ സിസ്റ്റം വിച്ച് ഇസ് നോട്ട് അറ്റ് ഇക്വിലിബ്രിയം. പിന്നെ അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞു ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ്. അത് 2 കണ്ടീഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാവാം, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാവാം. ഇഫ് യു ആർ ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം there is no change, and if you are adding inert gas at constant pressure then the reaction which favors increase in number of moles will increase. ഏത് റിയാക്ഷൻ നടന്നാലാണോ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവുന്നത് ആ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലേഷാർട്ട് പ്രിൻസിപ്പിൾ. ഇനി സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ തന്നിട്ട് അതിന് പ്രോഡക്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ, ഈൽഡ് കൂട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ N2 + 3H2 gives 2NH3 ഗ്യാസ്. ഓക്കെ, അപ്പോൾ അമോണിയ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ റിയാക്ഷൻ നടത്തിയിട്ട് മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ് നീഡഡ് ടു ബി അപ്ലൈഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മാക്സിമം എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് ഈൽഡ് കൂട്ടണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറയണം, ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടണം. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണ് അമോണിയ ഉണ്ടാവുക. അപ്പോൾ അമോണിയ മാക്സിമം ഉണ്ടാവണമെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്താണ്, ഫോർവേഡ് റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം, ആ കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. കണ്ടീഷൻ നമ്പർ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ നോക്കും. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ കുറയണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടണം. ഓക്കെ, അപ്പോൾ ഏത് റിയാക്ഷനിലും ശരി പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് കൂടണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യാം. ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യുക, എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, കോൺസെൻട്രേഷൻസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ആവും, കൂടുതൽ അമോണിയ പ്രൊഡ്യൂസ് ആവും. നമ്പർ 2, കണ്ടീഷൻ നമ്പർ 2, ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റിലെ ഈ അമോണിയ നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരുന്നാൽ, അമോണിയ ഉണ്ടാകുന്നതനുസരിച്ച് ഞാൻ അമോണിയ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ ഓൾവേസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വിൽ ബി ലെസ്. അപ്പോൾ KC അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ദ സിസ്റ്റം ഇങ്ങനെ അമോണിയ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്നതനുസരിച്ച് അമോണിയനെ ആ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് NH3 ഫ്രം ദ സിസ്റ്റം. പറഞ്ഞാൽ മനസ്സിലായോ? അമോണിയ ഗ്യാസ് ആണ്. ആ ഉണ്ടാവുന്ന അമോണിയ ലിക്വിഫൈ ചെയ്ത സിസ്റ്റത്തിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അമോണിയ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരുന്നാൽ ഇവിടെ എപ്പോഴും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആയിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ മാത്രം നടക്കും. അപ്പോൾ ഈ 2 കണ്ടീഷൻ നമുക്ക് ഏത് റിയാക്ഷൻ വന്നാലും എഴുതാം. ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യുക. 2, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റുക. ഓക്കെ, തേർഡ് കണ്ടീഷൻ, കണ്ടീഷൻ നമ്പർ 3. ഇതിപ്പോൾ ΔH ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ΔH നെഗറ്റീവാണ്. ഈ റിയാക്ഷൻ്റെ ΔH വാല്യൂ നെഗറ്റീവാണ്. ΔH നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കുമാണ്. ഓക്കെ, ΔH നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എക്സോതെർമിക്കാണ്, ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സോതെർമിക് റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂടണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും.
ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എൻഡോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ എക്സോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡും കൂടും. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമുക്കിപ്പം എന്താ വേണ്ടേ? അമോണിയ കൂടുതലുണ്ടാവണം. അമോണിയ കൂടുതലുണ്ടാവണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടണം. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂടണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു വിത്ത് ദ ടെമ്പറേച്ചർ ഇസ് വി ഹാവ് ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക. അപ്പോൾ ടെമ്പറേച്ചർ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഓക്കെ. നമ്പർ 4 പ്രഷർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് എത്രയാണ്? 4. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടൻസ് 2. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടന്നാൽ ഇൻക്രീസ് ചെയ്താൽ ആ സിസ്റ്റത്തിലെ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യും? കുറയും. ആസ് എ റിസൾട്ട് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ്, ദാറ്റ് ഈസ് എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് കുറയുകയോ പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കുറയുന്ന പോർഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? പ്രഷർ കൂട്ടേണ്ടി വരും. ഓക്കെ. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആവും. സിസ്റ്റം അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കുക. റിയാക്ഷൻ്റെ ദാറ്റ് ഈസ് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. ഇതിപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ടെമ്പറേച്ചർ കൂട്ടേണ്ടി വന്നാൽ. ഓക്കെ. ഇൻ ദിസ് സിറ്റുവേഷൻ എക്സോതെർമിക് ആണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വന്നു. ദെൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ സിസ്റ്റം നമ്പർ ഓഫ് മോൾസ് കുറയുന്ന പോർഷനിലേക്ക് റിയാക്ട് ചെയ്യും. ആണല്ലോ. ദെൻ നമ്പർ 5 നമുക്ക് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാം. ആഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ കൊമേഴ്ഷ്യലി ആ പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ വി വോണ്ട് അലോ ദ സിസ്റ്റം ടു ബി അറ്റ് ഇക്വിലിബ്രിയം. നമ്മളെ സിസ്റ്റത്തിന് ഇക്വിലിബ്രിയം ആവാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം ഇക്വിലിബ്രിയം ആയിക്കഴിഞ്ഞാൽ നെറ്റ് റിയാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഓൾവേസ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെ എന്താണ്? ഫോർവേഡ് റിയാക്ഷന് ഫേവറബിളാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നടക്കുന്ന ഫോർവേഡ് റിയാക്ഷന് തന്നെ സ്പീഡ് ഒന്നുകൂടെ കൂടും. ഓക്കെ. അപ്പോൾ അമോണിയ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് സ്പോഞ്ചി അയണാണ്. യൂസസ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോർവേഡ് റിയാക്ഷനാണ്. ആ ഫോർവേഡ് റിയാക്ഷന് തന്നെ ഒന്നുകൂടെ സ്പീഡ് കൂടും. അപ്പോൾ അമോണിയ ഉണ്ടാകുന്നത് കൂടും. ഓക്കെ. ദെൻ ഇപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്. ഒരു കണ്ടീഷൻ കൂടി നമ്മൾ പഠിച്ചു. എന്താണ്? ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇനേർട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന പോർഷനിലേക്കാണ് പോവുക. പ്രോഡക്റ്റിന് നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് കൊണ്ട് നമുക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഫേവറബിൾ കണ്ടീഷൻസ് ഈ 5 ഓക്കെ. അപ്പോൾ പ്രഷറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇഫ് ഡെൽറ്റ എൻ ഇസ് ഗ്രേറ്റർ ദാൻ 0, നമ്മളിപ്പോൾ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് എന്നാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എൻ ജി എന്നാണ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് എന്നാണ്. അപ്പോൾ ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ്റ് ആണ്. പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് മോൾസ് കൂടുതലും റിയാക്ടൻസിലെ നമ്പർ ഓഫ് മോൾസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രോഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്. പ്രോഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് കൂടുതലാണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ പ്രഷർ കുറയ്ക്കേണ്ടി വരും. ഓക്കെ. ഇഫ് ഡെൽറ്റ എൻ ഇസ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് ഇഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് product is greater than number of moles of reactants, then in order to get maximum yield of product we have to decrease the pressure. Okay. If delta n is less than 0, delta n negative ആണെന്ന് വിചാരിക്കുക. delta n negative ആവണമെങ്കിൽ number of moles of product is less than number of moles of reactants. അപ്പോൾ അങ്ങനെയാണ് സംഭവമെങ്കിൽ അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ലെസ് ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ഷൻസ് ആണെങ്കിൽ പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് മോൾസ് കുറവല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രഷർ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. ദെൻ ഇഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്, പ്രോഡക്റ്റ് കൂടണമെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യേണ്ടി വരും. ദെൻ പ്രോഡക്റ്റ് റിയാക്ടറിനേക്കാളും കുറവാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ലെസ് ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ പ്രഷർ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്ക് റിയാക്ട് ചെയ്യും. ദെൻ ഇഫ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എൻ 0 ആണെങ്കിൽ പ്രഷർ ഹാസ് നോ ഇഫക്റ്റ്. ഇതാണ് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ്, അപ്പോൾ അത് ഓരോ റിയാക്ഷൻ അനുസരിച്ച് എഴുതിക്കൊണ്ടാൽ മതി. അപ്പോൾ ഈൽഡ് കൂടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത് എന്താണ്?
ഫോർവേഡ് റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് Le Chatelet പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളിനി അടുത്ത പോകുന്നത് വെച്ചാൽ നമുക്കൊരു ചില റിയാക്ഷൻസ് ഉണ്ട്, KPൻ്റെയും KCൻ്റെയും എക്സ്പ്രഷൻസ് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. PCl5 ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കണ്ടെയ്നറിൽ PCl5 എടുത്ത് ഹീറ്റ് ചെയ്തു. 2 moles ഓഫ് PCl5 ഹീറ്റ് ചെയ്തു. PCl5 ഹീറ്റ് ചെയ്താൽ PCl5 ഗ്യാസ് ആണ്, ഹീറ്റ് ചെയ്താൽ ഇറ്റ് ഡീകമ്പോസസ് ഇൻറ്റു PCl3 പ്ലസ് Cl2 ഗ്യാസ്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രോസസ്സ്. ഞാൻ 2 moles ഓഫ് PCl5 1 liter വെസലിൽ എടുത്ത് റിയാക്ട് ചെയ്തു. ഓക്കെ, ഇനിഷ്യലി ഐ ഹാവ് ടേക്കൺ 2 liter എടുത്തോ വേണമെങ്കിൽ. 2 moles ഓഫ് PCl5 2 liter വെസലിൽ റിയാക്ട് ചെയ്തു. ഇപ്പോൾ വോളിയം കൂടെ ഇൻവോൾവ് ആയതിന് പ്രോബ്ലം ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ 2 moles ഓഫ് PCl5 വാസ് ഹീറ്റഡ് ഇൻ എ 2 liter വെസൽ ടു റീച്ച് ഇക്വിലിബ്രിയം. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രോസസ്സ്. ഇക്വിലിബ്രിയം ആയപ്പോൾ 40% PCl5 ഡിസോസിയേറ്റ് ചെയ്തു. അറ്റ് ഇക്വിലിബ്രിയം 40% PCl5 ഡിസോസിയേറ്റ് ചെയ്തു. ആൻഡ് the temperature at which the reaction happens is 25 degrees Celsius. The question is, calculate the equilibrium constant of the reaction. Question മനസ്സിലായല്ലോ. 2 liter vessel. Question ഇതാണ്, 2 moles of PCl5 were heated in 2 liter vessel. At equilibrium 40% PCl5 was dissociated. What is the equilibrium constant? അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. ഇനിഷ്യലി നമ്മൾ എടുത്ത എമൗണ്ട് എത്രയാണ്? 40% PCl5 ഡിസോസിയേറ്റ് ചെയ്തു. ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റിയാക്ഷൻ ഹാപ്പൻസ് ഈസ് 25 degrees Celsius. അപ്പോൾ നമുക്ക് നോക്കിക്കോ. ഇനിഷ്യലി ഐ ഹാവ് ടേക്കൺ 2 moles ഓഫ് PCl5. ഓക്കെ, ദെൻ റിയാക്ഷൻ നടന്നു, പ്രൊസീഡ് ചെയ്തു. അപ്പോൾ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl3യും Cl2 എന്താണ്? 0. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ടൈം ഇനിഷ്യലി എന്ന് പറയുമ്പോൾ ടൈം ഈസ് 0. റിയാക്ഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ 2 moles ഓഫ് PCl5 പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് 0. ദെൻ റിയാക്ഷൻ നടന്ന് റിയാക്ഷൻ ഇക്വിലിബ്രിയം പ്രോസസ്സിലേക്ക് എത്തി. ഇക്വിലിബ്രിയം ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്? 40% PCl5 ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 molesൻ്റെ 40%. അപ്പോൾ റിയാക്റ്റഡ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് PCl5 ദാറ്റ് ഈസ് റിയാക്റ്റഡ്. 2 moles എടുത്തു. ആ 2 molesൻ്റെ 40% 0.8 moles റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമ്മളിനി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് വേണ്ടത് ഇതാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl5, PCl3 ആൻഡ് Cl2 അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഞാൻ 2 moles ഓഫ് PCl5 എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 40% റിയാക്ട് ചെയ്തു, ദാറ്റ് ഈസ് 0.8 mole റിയാക്ട് ചെയ്ത് പോയി. സോ ദ റിമൈനിങ് എമൗണ്ട് ഓഫ് PCl5 അറ്റ് ഇക്വിലിബ്രിയം വിൽ ബി 1.2 moles. ഓക്കെ, 2 moles എടുത്തു, അതിന് 0.8 പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1.2. ദെൻ ഇനി സ്റ്റോയിഷിയോമെട്രി നോക്കുക. ഓക്കെ, 1 moles ഓഫ് PCl5 റിയാക്ട് ചെയ്താൽ 1 mole PCl3 കിട്ടും, 1 mole Cl2 കിട്ടും. മോളർ റേഷ്യോ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്ത PCl5ൻ്റെ എമൗണ്ട് എത്രയാണോ, ദാറ്റ് ഇസ് ഡിസോസിയേറ്റ് ചെയ്ത PCl5 എത്രയാണോ അത് തന്നെയായിരിക്കും ഫോം ചെയ്ത PCl3യും ഫോം ചെയ്ത Cl2. Because 1 mole gives 1 mole PCl3, 1 mole Cl2. Therefore, 0.8 moles of PCl5 will give you 0.8 moles of PCl3 and 0.8 moles of Cl2. Okay? അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇവിടെ എത്ര ഉണ്ടാവും? 0.8. ഇപ്പോൾ ആണെങ്കിൽ ഇതങ്ങ് മാറ്റിക്കോ. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ the remaining amount will be 1.2. Formed amount of PCl3 will be 0.8 and formed amount of Cl2 will be 0.8. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണ്. സോ Kc is equal to concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. Okay, remember these are the number of moles of PCl5, PCl3 and Cl2 which is present at equilibrium. ഇതൊക്കെ നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്.
കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നത് 2 ലിറ്റർ വെസലിലാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദ വോളിയം ഓഫ് ദ വെസൽ ഇസ് 2 liters. Number of moles of PCl3 is 0.8. So 0.8 by 2, 0.4. So this is equal to 0.4 into 0.4 divided by 1.2 moles of PCl5 into 1.2 divided by 2, it will be 0.6. So it will be 0.6. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ സാധാരണ ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റ്യൻ 2 moles of PCl5 കുറിച്ചാണ്. 2 moles of PCl5 റിയാക്ട് ചെയ്തു. ഇപ്പോൾ 2 moles നിന്ന് 40% റിയാക്ട് ചെയ്ത് പോയി. ഇപ്പോൾ 2 moles എടുത്തു, റിയാക്ട് ചെയ്ത എമൗണ്ട് 0.8 ആണ്. അപ്പോൾ ബാക്കി ഇക്വിലിബ്രിയം പൊസിഷനിൽ ഉണ്ടാവുക 1.2 ആണ്. 0.8 moles of PCl5 റിയാക്ട് ചെയ്താൽ മോളാർ റേഷ്യോ 1:1:1 ആയത് കാരണം 0.8 moles PCl3 ഉണ്ടാവും, 0.8 moles Cl2 ഉണ്ടാവും. അതിന് നമ്മൾ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് KC കണ്ടുപിടിച്ചു. ഇത് ഒരു മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തത് നമ്പർ ഓഫ് മോളിൻ്റെ ടേമിലാണ്. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ്റെ ടേമിൽ തന്നെ പ്രോബ്ലം ചെയ്യാം. അത് നോക്കിക്കോ, PCl5 എത്ര മോൾസ് ആണ് എടുത്തേക്കണേ? 2 moles. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കോൺസെൻട്രേഷനോട് കൺവേർട്ട് ചെയ്ത് കോൺസെൻട്രേഷൻ എന്ന ഡിഗ്രി ഓഫ് ഈ റിയാക്ട് ചെയ്ത എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ അപ്പോൾ 2 moles ഓഫ് PCl5 എടുത്തിട്ടുണ്ടായിരുന്നു. വോളിയം എത്രയാ? 2 liters. അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് PCl5 വിൽ ബി 1 molar. മൊളാരിറ്റിൻ്റെ ടേമിൽ ചെയ്യാം. അപ്പോൾ 1 molar PCl5 ആണ് നമ്മുടെ ഇനിഷ്യലി ഉള്ളത് 0.0. ഓക്കെ, റിയാക്റ്റഡ് എമൗണ്ട് എത്രയായിരിക്കും? 1 മോളാറിൻ്റെ 0.4 അല്ലേ റിയാക്ട് ചെയ്ത് പോവാം. അപ്പോൾ 1 മോളാറിൻ്റെ 0.4 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 0.4. ക്ലിയർ? ദെൻ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്ര ബാക്കി ഉണ്ടാവും? 1 മോളാർ എടുത്തിട്ടുണ്ടായിരുന്നു, റിയാക്ട് ചെയ്ത് പോയത് 0.4 മോളാർ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം കോൺസെൻട്രേഷൻ ടേമില്ല. ഔട്ട് ഓഫ് ഫ്രം 1 molar 0.4 molar റിയാക്ട് ചെയ്ത് പോയി. 1 molar നിന്ന് 0.4 molar പോയാൽ 0.6 molar ബാക്കിയുണ്ട് ഇക്വിലിബ്രിയം പൊസിഷനിൽ. 1 mole ആണെങ്കിൽ റിയാക്ട് ചെയ്ത് പോയത് 0.4 അല്ലേ? സോ 0.4. ഓക്കെ, ഇനി KC ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് now these are equilibrium concentrations, all are in terms of molarity. നേരെ എഴുതുക 0.4 into 0.4 by 0.6. ഇപ്പോൾ 2 മെത്തേഡ്. ഒന്ന് നമ്പർ ഓഫ് മോളിൻ്റെ ടേമിൽ ചെയ്ത് അവസാനം KC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോൺസെൻട്രേഷൻ ടേമിലാക്കുക. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇനിഷ്യലി ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോൺസെൻട്രേഷനിലാക്കിയ ശേഷം ആ കോൺസെൻട്രേഷനിൽ നിന്ന് ബാക്കി പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് മോളിൻ്റെ ടേമിലും കാൽക്കുലേഷൻ നടത്താം, കോൺസെൻട്രേഷൻ ടേമിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ, ഒരു ചെറിയ കാര്യം കൂടി നോക്കിക്കോ. ഇങ്ങനെ ഒരു റിയാക്ഷൻ A+2B gives 2C+D. ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ ചോദിക്കുക. ഞാൻ 1.1 mole ഓഫ് A, ഇനിഷ്യലി 1.1 mole ഓഫ് A, 2.2 mole ഓഫ് B എടുത്ത് റിയാക്ട് ചെയ്തു. In 1 liter vessel. Okay, initially taken amount of A and B are 1.1 mole of A and 2.2 moles of B were reacted in 1 liter vessel. This is the reaction. At equilibrium 0.2 mole of B. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാ. നമുക്ക് കുറച്ച് മുന്നത്തെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞത്? എത്ര റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ പ്രോബ്ലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇക്വിലിബ്രിയം പൊസിഷനിൽ ഫോം ചെയ്ത പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1.1 mole of A, 2.2 mole of B were reacted in 1 liter vessel. At equilibrium 0.2 moles of B were formed. ഇക്വിലിബ്രിയം പൊസിഷനിൽ ഫോം ചെയ്ത ബീൻ്റെ അമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഓരോന്നിൻ്റെ അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ വോളിയം 1 ലിറ്റർ ആണ്. ഓക്കെ, വോളിയം 1 ലിറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസും മൊളാരിറ്റിയൊക്കെ സെയിം ആണ്. നമ്പർ ഓഫ് മോൾസ് വോളിയം അത് തന്നെയാണ് മൊളാരിറ്റി. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ 1.1ഉം 2.2 ആയി എടുത്തിരുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ സോറി പ്രോഡക്റ്റ് C അല്ലേ, 2 moles ഓഫ് C.
അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഫോം ചെയ്ത സീൻ്റെ അമൗണ്ട് എത്രയാണ്? 0.2 മോൾസ്. ഓക്കെ, 0.2 മോൾസ് ഓഫ് സി ഫോം ചെയ്യണമെങ്കിൽ എത്ര മോൾ ബി റിയാക്ട് ചെയ്യേണ്ടി വരും? രണ്ടുപേരുടെയും കോഎഫിഷ്യൻസ് നോക്കിക്കോ. 2 മോൾസ് ഓഫ് സി ഫോം ചെയ്യണമെങ്കിൽ 2 മോൾസ് ഓഫ് ബി റിയാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ 0.2 മോൾസ് ഓഫ് സി റിയാക്ട് ചെയ്യണമെങ്കിൽ 0.2 മോൾസ് ഓഫ് ബി ഫോം ചെയ്യണമെങ്കിൽ 0.2 മോൾസ് ഓഫ് ബി റിയാക്ട് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സിൻസ് 0.2 മോൾസ് ഓഫ് സി were formed, definitely 0.2 mole of B will be reacted. 2 moles of B react ചെയ്യുമ്പോൾ 1 mole of A അല്ലേ റിയാക്ട് ചെയ്യുക. അപ്പോൾ 0.2 mole of B റിയാക്ട് ചെയ്യുമ്പോൾ എത്ര മോൾ A റിയാക്ട് ചെയ്തിട്ടുണ്ടാവും? 0.1 mole of A റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് ഫോം ചെയ്ത പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ്. ഫോം ചെയ്ത പ്രോഡക്റ്റിൻ്റെ എമൗണ്ടും സ്റ്റോഷിയോമെട്രിയും കമ്പയർ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ റിയാക്ട് ചെയ്ത റിയാക്ടിൻ്റെ അമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോം ചെയ്ത പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് ഉണ്ടാവും, ഏതിലൊരെണ്ണം പറഞ്ഞിട്ടുണ്ടാവും. ആ അമൗണ്ട് വെച്ചിട്ട് സ്റ്റോഷിയോമെട്രി നോക്കി ബാക്കിയുള്ള ആൾക്കാരുടെ അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിൽ 0.2 മോൾസ് ഓഫ് സി ഫോം ചെയ്തു എന്നാണ്. അപ്പോൾ അവിടുന്ന് മനസ്സിലായി 0.2 മോൾസ് ഓഫ് ബി റിയാക്ട് ചെയ്യും. ബിക്കോസ് രണ്ടുപേരുടെയും സ്റ്റോഷിയോമെട്രി കോഎഫിഷ്യൻ സെയിം ആണ്. 2 മോൾ ഓഫ് ബി റിയാക്ട് ചെയ്താൽ 2 മോൾ ഓഫ് സി ഫോം ചെയ്യും. അപ്പോൾ 0.2 മോൾ ഓഫ് സി ഫോം ചെയ്യണമെങ്കിൽ 0.2 മോൾ ഓഫ് ബി റിയാക്ട് ചെയ്തിട്ടുണ്ടാവണം. 0.2 മോൾ ഓഫ് ബി റിയാക്ട് ചെയ്താൽ അതേസമയം 0.1 മോൾ ഓഫ് എ ആണ് റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്ര എ ബാക്കി ഉണ്ടാവും? 1.1 മോൾ ഓഫ് എ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 0.1 മോൾ റിയാക്ട് ചെയ്ത് പോയി. സോ റിമൈനിങ് നമ്പർ ഓഫ് മോൾ ഇസ് 1. ഓക്കെ, ബിയുടെ നമ്പർ ഓഫ് മോൾ എത്രയായിരിക്കും? അപ്പോൾ 2. ഞാനിത് മോളാരിറ്റിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ മോളാർ 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 വോളിയം 1 ആണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് മൊളാരിറ്റിൻ്റെ ടേമിൽ എഴുതാം 1 മോളാർ. ഓക്കെ, അപ്പോൾ ഡിയുടെ കോൺസെൻട്രേഷനോ 2 മോൾസ് ഓഫ് സി ഫോം ചെയ്യുമ്പോൾ 1 മോൾ ഓഫ് ഡി ആ ഫോം ചെയ്യുക. അപ്പോൾ 0.2 മോൾ ഓഫ് സി ഫോം ചെയ്താൽ 0.1 മോൾ ഓഫ് ഡി ഫോം ചെയ്യും. അപ്പോൾ ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സിയുടെ ഇക്വിലിബ്രിയം എമൗണ്ട് തന്നിട്ടുണ്ട്. ഫ്രം ദ ഇക്വിലിബ്രിയം എമൗണ്ട് ഓഫ് സി റിമൈനിങ് ആൾക്കാരുടെ കോൺസെൻട്രേഷൻസ് അറ്റ് ഇക്വിലിബ്രിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ സ്റ്റോഷിയോമെട്രി. അപ്പോൾ സ്റ്റോഷിയോമെട്രി യൂസ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരുടെ കോൺസെൻട്രേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി കെ സി കാൽക്കുലേറ്റ് ചെയ്യാം. കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.2 സ്ക്വയർ ഇൻറ്റു 0.1 divided by 2 square into 1, 0.001. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലോ ഒക്കെ ഉള്ള ബാക്കി പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, ഇനി നമ്മുടെ എൻട്രൻസിൽ സാധാരണ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ എഴുതാൻ പറയാറുണ്ട്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ H2 plus I2 gives to HI. ഇതാണ് നമ്മളെ റിയാക്ഷൻ. ഓക്കെ, ഇതിൽ ഇപ്പോൾ അവർ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇനിഷ്യലി A moles of H2 and B moles of I2 were taken. ഹൈഡ്രജൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ റിയാക്ട് ചെയ്ത് പോയ ഹൈഡ്രജൻ്റെ എമൗണ്ട് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, A moles of H2 and B moles of I2 were taken in a container that is V liter container. കണ്ടെയ്നർ വോളിയം V ലിറ്റർ ആണ്. A moles of H2 and B moles of I2 ആണ് എടുത്തിരുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ റിയാക്ട് ചെയ്ത് പോയ ഹൈഡ്രജൻ്റെ എമൗണ്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ കെ പി ആൻഡ് കെ സി? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളത് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ നോക്കാൻ പോവാം. നമ്മൾ A moles of H2 എടുത്തു, B moles of I2 എടുത്തു. ഇനിഷ്യൽ എമൗണ്ട് ഓഫ് H2 HI എന്താണ്? 0 ആണ് ഇനിഷ്യൽ എമൗണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്ര ബാക്കി ഉണ്ടാവും? ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ റിയാക്ട് ചെയ്ത H2ൻ്റെ എമൗണ്ടാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ദ എമൗണ്ട് ഓഫ് H2 റിയാക്റ്റഡ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും അവിടെ? A minus X. Okay, then if X moles of H2 is reacted, definitely X moles of I2 will react because രണ്ടുപേരുടെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. 1 mole of H2 റിയാക്ട് ചെയ്താൽ അതേസമയം 1 mole of I2 റിയാക്ട് ചെയ്യും.
അപ്പോൾ എക്സ് മോൾ ഓഫ് H2 ആണ് റിയാക്ട് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ് മോൾസ് ഓഫ് I2 റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര ബാക്കി വരും, B മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഇക്വിലിബ്രിയം അമൗണ്ടിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ടുപിടിക്കുന്നത് സ്റ്റോയിച്ചിയോമെട്രി വെച്ചിട്ടാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒറ്റ കാര്യം മാത്രമാണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എക്സ് മോൾസ് ഓഫ് H2 റിയാക്ട് ചെയ്തു. ആ എക്സ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ അമൗണ്ട് എഴുതാം. അതൊക്കെ നോക്കുന്നത് സ്റ്റോയിച്ചിയോമെട്രി വെച്ചിട്ടാണ്. അപ്പോൾ എക്സ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി എക്സ് മോൾസ് ഓഫ് I2 വിൽ റിയാക്ട്. അത് 1:1 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബി മോൾസ് ഫിനിഷ്യലി എടുത്തു. റിമൈനിങ് എമൗണ്ട് ഓഫ് H2 I2 എന്താണ്, B മൈനസ് എക്സ്. 1 മോൾ ഓഫ് H2 1 മോൾ ഓഫ് I2 റിയാക്ട് ചെയ്താൽ 2 മോൾസ് ഓഫ് HI ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സ് മോൾസ് ഓഫ് H2 എക്സ് മോൾസ് ഓഫ് I2 റിയാക്ട് ചെയ്താൽ 2x മോൾസ് ഓഫ് HI വിൽ ബി ഫോംഡ്. ഓക്കെ, these are the equilibrium number of moles. Okay, A minus x moles of H2, B minus x moles of I2 and 2x moles of HI were found at equilibrium. അങ്ങനെയാണെങ്കിൽ Kc എന്താണെന്ന് നോക്കാൻ പോവാം. Kc is equal to concentration of HI the whole square by concentration of H2 into concentration of I2 ആണല്ലോ. These are number of moles. ആൻഡ് ദ റിയാക്ഷൻ നടക്കുന്നത് V ലിറ്റർ വെസലിലാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 2x മോൾസ് ഓഫ് HI ആണുള്ളത്. അപ്പോൾ 2x മോൾസ് ഓഫ് HI ബൈ വോളിയം, അതാണ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഇത് നമ്പർ ഓഫ് മോളിൻ്റെ ടേമിലാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് Kc എക്സ്പ്രസ് ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻ്റെ ടേമിലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HI വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. സോ ഇറ്റ് ഈസ് 2x by V the whole square by H2 number of moles A minus x by V into B minus x by V. Okay, so this is equal to 4x square by V square by A minus x into B minus x by V square. By V square cancel the book. And the expression for Kc is equal to 4x square divided by A minus x into B minus x. Okay, ഇതാണ് ഈ റിയാക്ഷൻ്റെ Kcൻ്റെ എക്സ്പ്രഷൻ, വേർ x is the amount of H2 reacted. Okay, then Kpൻ്റെ എക്സ്പ്രഷൻ നോക്കാൻ പോവാം. Kp എഴുതണമെങ്കിൽ പാർഷ്യൽ പ്രഷേഴ്സ് വേണം. പാർഷ്യൽ പ്രഷർ ഓഫ് H2, പാർഷ്യൽ പ്രഷർ ഓഫ് I2, പാർഷ്യൽ പ്രഷർ ഓഫ് HI. പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ പ്രഷറിൻ്റെ മോൾ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു കാര്യം കൂടി നോക്കിക്കോളൂ. ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ടോട്ടൽ പ്രഷർ P ആണ്. ഓക്കെ, ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം ഈസ് P. ഇതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിഷ്യലി A മോൾസ് ഓഫ് H2 B മോൾസ് ഓഫ് I2 എടുത്തു എന്ന് പറഞ്ഞു. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എക്സ് മോൾസ് ഓഫ് H2 റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ടോട്ടൽ പ്രഷർ P എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി Kp കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. Kc എഴുതിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഇപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ എഴുതണമെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ വേണ്ടി വരും. ഓരോ ആൾക്കാരുടെയും മോൾ ഫ്രാക്ഷൻ വേണം. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം A minus x moles of hydrogen ബാക്കിയുണ്ട്, B minus x moles of iodine ബാക്കിയുണ്ട്, 2x moles of HI ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് A minus x plus B minus x plus 2x. So it is equal to minus x 2x. It will be A plus B. Okay, but total number of moles A plus B. Clear ആണല്ലോ? Then what will be the mole fraction of HI? Number of moles of HI divided by total number of moles. Number of moles of HI is 2x and total number of moles is A plus B. So mole fraction of HI will be 2x by A plus B. Okay, ഞാനത് മോൾ ഫ്രാക്ഷൻ സെപ്പറേറ്റ് എഴുതുന്നില്ല, നേരിട്ട് പാർഷ്യൽ പ്രഷർ എഴുതിയാൽ പാർഷ്യൽ പ്രഷർ ഓഫ് HI ക്യാൻ ബി റിട്ടൺ ആസ് ടോട്ടൽ പ്രഷർ P into its mole fraction. Mole fraction of HI will be number of moles of HI at equilibrium divided by total number of moles at equilibrium. അപ്പോൾ 2x by A plus B. This is the partial pressure of HI. അപ്പോൾ ഇതുപോലെ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എഴുതുകയാണെങ്കിൽ
ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് A minus X, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് A plus B. ടോട്ടൽ പ്രഷർ P എന്നാണ്. സോ ഇറ്റ് ഈസ് P into A minus X by A plus B. Similarly, partial pressure of I2 becomes total pressure P into B minus X by A plus B. നമുക്ക് ഓരോ ആൾക്കാരുടെ പാർഷ്യൽ പ്രഷേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി കെ പിയിലേക്ക് പോവാണ്. ഓക്കെ, കെ പി ഈസ് ഈക്വൽ ടു partial pressure of HI square by partial pressure of H2 into partial pressure of I2 now. Okay, so this is equal to, what is the partial pressure of HI? P into 2x by A plus B the whole square divided by P into A minus X by A plus B into P into B minus X by A plus B. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. മേലൊരു പി സ്ക്വയർ ഉണ്ട്, താഴൊരു പി സ്ക്വയർ ഉണ്ട്. പി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, മേളിലൊരു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ട്, താഴെ ഒരു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ദ റിമൈനിങ് ഇസ് 4x square by A minus X into B minus X. It is the expression for Kp. Okay, അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ കെ സിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. ദാറ്റ് ഈസ് 4x square by A minus X into B minus X. ഇത് തന്നെയാണ് കെ സിൻ്റെ എക്സ്പ്രഷൻ. നമ്മൾ കെ പി കേസ് റിലേഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0 ദെൻ കെ പി ഈക്വൽ ടു കെ സി. പറഞ്ഞില്ലേ, ഒരു റിയാക്ഷൻ ഡെൽറ്റ എൻ 0 ആണെങ്കിൽ കെ പിൻ്റെയും കെ സിൻ്റെ വാല്യൂ സെയിമാണ്. ഇൻ ദിസ് റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഇസ് 2. ഗ്യാസ്. Number of moles of gaseous reactant 2, number of moles of gaseous product 2. So it is 2 minus 2 0. ഇവിടെ ഡെൽറ്റ എൻ്റെ വാല്യൂ 0 ആണ്. സിൻസ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 0, കെ പി ഈസ് ഈക്വൽ ടു കെ സി. ഓക്കെ, പക്ഷേ എങ്ങനെ കെ പി കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ കെ സിയുടെ എക്സ്പ്രഷൻ എഴുതും എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ കെ പിൻ്റെ എക്സ്പ്രഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഓരോ ആൾക്കാരുടെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ ആൾക്കാരുടെയും നമ്പർ ഓഫ് മോൾസിൻ്റെ ടോട്ടലിനോട് ഡിവൈഡ് ചെയ്താൽ മോൾ ഫ്രാക്ഷനായി, ആ മോൾ ഫ്രാക്ഷൻ കൊണ്ട് ടോട്ടൽ പ്രഷർ മൾട്ടിപ്ലൈ ചെയ്താൽ പാർഷ്യൽ പ്രഷറായി. പാർഷ്യൽ പ്രഷറിൻ്റെ എക്സ്പ്രഷനെ കെ പി ൻ്റെ കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കെ പി. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. PCl5 gives PCl3 plus Cl2. ഇപ്പോൾ ഇവിടെ നമ്മൾ A moles of PCl5 ഇനിഷ്യലി എടുത്തു. ഓക്കെ, ആൻഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എക്സ് എന്ന് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്ത അമൗണ്ട് ആൽഫന്നോ എക്സ് എന്നൊക്കെ എടുത്താൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്ര ബാക്കി ഉണ്ടാവും? A minus X. ഓക്കെ, ഇവിടെ എത്ര ഫോം ചെയ്യും? എക്സ്. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ ടോട്ടൽ പ്രഷർ പി, റിയാക്ഷൻ നടക്കുന്നത് വി ലിറ്റർ വെസലിലാണ്, റിയാക്ട് ചെയ്ത അമൗണ്ട് എക്സ് ആണ്. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ആ ഇതിനൊരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ അമൗണ്ട് ഓഫ് PCl5 റിയാക്റ്റഡ് അറ്റ് ഇക്വിലിബ്രിയം എക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എത്ര എടുത്തോ അതിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോയ അമൗണ്ടാണ് എക്സ്. ആ പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, A moles of PCl5 എടുത്തിട്ടുണ്ട്, അറ്റ് ഇക്വിലിബ്രിയം എക്സ് മോൾസ് ഓഫ് PCl5 റിയാക്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ എന്ന് എക്സ് റിയാക്ട് ചെയ്ത് പോയി എന്ന് അർത്ഥം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം, A moles of PCl5 was taken in V liter vessel and degree of dissociation of PCl5 is X. ഓക്കെ, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് എടുത്ത അമൗണ്ടിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോയതാണ്. അപ്പം ഞാനിപ്പോൾ എത്ര അമൗണ്ട് എടുത്തോ, ഇപ്പോൾ A എടുക്കാം, B എടുക്കാം, C എടുക്കാം, X എടുക്കാം, Y എടുക്കാം, എടുത്ത അമൗണ്ട് എത്രയാണോ അതിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോയ അമൗണ്ടാണ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇനിഷ്യലി ടേക്കൺ അമൗണ്ട്, ദിസ് ഈസ് ദ അമൗണ്ട് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം അമൗണ്ട് എഴുതണമെങ്കിൽ ഇനിഷ്യലി എടുത്തത് എക്സ് മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. ഇനി എക്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് എന്ന് പറയുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇനിഷ്യലി നമ്മൾ എത്ര എടുത്തിട്ടുണ്ടാവും? A. If the given X is the degree of dissociation of PCl5, then the remaining amount is A minus AX.
മനസ്സിലാണുണ്ടോ? നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് കറസ്പോണ്ടിങ് ടു ദ അമൗണ്ട് റിയാക്റ്റഡ് ഫ്രം 1 മോൾ ഓഫ് ദ റിയാക്റ്റൻറ്റ്. പക്ഷേ ഞാനിവിടെ എത്ര എടുത്തിട്ടുണ്ട്? എ. 1 മോളിൽ നിന്ന് എക്സ് റിയാക്ട് ചെയ്ത് പോയാൽ എ മോളിൽ നിന്ന് എത്ര റിയാക്ട് ചെയ്ത് പോകുന്നുണ്ടാവും? എ എക്സ് റിയാക്ട് ചെയ്ത് പോകും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, റിയാക്ട് ചെയ്ത അമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇനിഷ്യലി എത്ര എടുക്കുന്നുണ്ടോ അതിൽ നിന്ന് തന്നിക്കുന്ന അമൗണ്ട് സബ്ട്രാക്ട് ചെയ്ത് ഇക്വിലിബ്രിയം അമൗണ്ട് എഴുതുക. മനസ്സിലായല്ലോ? ദെൻ തന്നിക്കുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിൽ എത്ര അമൗണ്ട് ആണ് എടുക്കുന്നത് അത് ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, ഇനിഷ്യലി എടുക്കുന്ന അമൗണ്ടിൻ്റെ എക്സ് ടൈംസ് ആയിരിക്കും റിയാക്ട് ചെയ്ത് പോയ അമൗണ്ട്. ആ ഡിഫറൻസ് മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. എ മോൾസ് ഓഫ് PCl5 വാസ് ടേക്കൺ ഇനിഷ്യലി ആൻഡ് എക്സ് ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ദെൻ KC/KP കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇനിഷ്യലി എടുത്ത അമൗണ്ട് എ, ഇക്വിലിബ്രിയം അമൗണ്ട് വിൽ ബി A മൈനസ് AX ബിക്കോസ് എക്സ് ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ എ എമൗണ്ട് എടുത്താൽ AX ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ റിമൈനിങ് അമൗണ്ട് വിൽ ബി A മൈനസ് AX. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം A ഇൻറ്റു 1 മൈനസ് എക്സ്. ക്ലിയർ? അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിടികിട്ടിയല്ലോ അല്ലേ? ദെൻ KP/KCൻ്റെ എക്സ്പ്രഷൻ എഴുതാം. ഇവിടെ ഇപ്പോൾ V ലിറ്റർ വോളിയം ആണെങ്കിൽ KC is equal to concentration of PCl5 PCl3 into concentration of Cl2. Number of moles of PCl3 X ആണെങ്കിൽ it is X by V into X by V divided by A minus X by V. V cancel ചെയ്ത് പോവും. It is equal to X square by V into A minus X. ഇങ്ങനെയാണ് നമ്മൾ KCൻ്റെ എക്സ്പ്രഷൻ എഴുതുക. ഇനി KPൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ ഡയറക്റ്റ് അവിടെ എഴുതുന്നുണ്ട് കേട്ടോ. KP is equal to partial pressure of PCl3 into partial pressure of Cl2 by partial pressure of PCl5 എന്നാണ്. partial pressure of PCl5 is total pressure into mole fraction. total pressure P എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. it is P into X by total moles at equilibrium will be A minus X plus X plus X. It is equal to A plus X. This is the total number of moles at equilibrium. അപ്പോൾ X by A plus X into P into X by A plus X divided by P into A minus X by A plus X. Okay, P cancel ചെയ്ത് പോവും. It is equal to A plus X cancel ചെയ്ത് പോവും. It will be P into X square by A plus X into A minus X is equal to Px square by A square minus X square. അത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ്റെ KP/KC എക്സ്പ്രഷൻ എഴുതുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇനിയാണ് ഇതുപോലെ കുറേ റിയാക്ഷൻസ് ഉണ്ടാവും. അതൊന്ന് എക്സ്പ്രഷൻസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെമിക്കൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ്. ഓൾമോസ്റ്റ് കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.